Hi, this is Shakya PKP and welcome to MS Learning Hub. ഇത് നിങ്ങൾക്കുമാകാം പ്രോഗ്രാമർ എന്ന കോഡിംഗ് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ്. അതായത് നിങ്ങളെല്ലാവരും കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോഡിംഗ് സീരീസിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതായത് കോഡിംഗ് പഠിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് പ്രോഗ്രാമിംഗ്, മെയിൻലി അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാകുന്ന ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ 0101, അതായത് മെഷീൻ ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതുന്നത് ഏത് ലാംഗ്വേജിലായിക്കോട്ടെ, നമ്മളിവിടെ പഠിപ്പിക്കുന്നത് സിയിലും ജാവയിലുമാണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന കോഡ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല, അത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഇത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയായിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റാൻ കമ്പൈലർ യൂസ് ചെയ്യും. സോ ആ മാറ്റുന്ന പരിപാടി കമ്പൈലേഷൻ എന്നൊക്കെ പറയും. സോ കമ്പൈലർ പറഞ്ഞാൽ എന്താണ്, കമ്പൈലേഷൻ എന്താണ്, അതുപോലെ തന്നെ SDK, അതുപോലെ തന്നെ ID. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് കോഡിങ്ങിന് മുമ്പ്. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടാണ് ഇൻസ്റ്റാളേഷൻ വീഡിയോയിലോട്ട് വന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വരാം. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിനകത്ത് കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ചാനലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നിങ്ങൾക്കുമാകാം പ്രോഗ്രാമർ എന്ന ഈ പ്ലേലിസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിലോ ആ വീഡിയോ ഉണ്ടായിരിക്കും. സോ നിർബന്ധമായിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഇൻസ്റ്റാളേഷൻ വീഡിയോ വരാം. സോ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞാൽ ID നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് നമ്മൾ കോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IDകൾ യൂസ് ചെയ്യും. അതായത് നമുക്ക് നോട്ട് പാഡിലൊക്കെ കോഡ് ചെയ്യാം. പക്ഷേ ഈ നോട്ട് പാഡിലൊക്കെ ഒരു കോഡ് ചെയ്യുന്നതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാരഗ്രാഫ് ആർട്ടിക്കൽ പോലെയൊക്കെ ഇങ്ങനെ എഴുതേണ്ടി വരും. സോ ID യൂസ് ചെയ്ത് കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമ്മൾ കോഡേഴ്സിന്. ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കോഡും കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ നമ്മൾ എഴുതിയ കോഡിനകത്ത് എന്തെങ്കിലും കറപ്ഷനും കാര്യങ്ങളുണ്ടെങ്കിൽ സോ അത് നമുക്ക് റെഡ് കളറിലൊക്കെ ആയിട്ട് മാർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു കോഡ് എഴുതി കഴിഞ്ഞ ശേഷം ആ പ്രൊജക്റ്റ് റൺ ചെയ്യുന്നതിന് വേണ്ടി ഒറ്റ ക്ലിക്കിൽ തന്നെ ആ കോഡ് മെഷീൻ ലാംഗ്വേജിലോട്ട് കമ്പൈൽ ചെയ്തുകൊണ്ട് റണ്ണൊക്കെ ചെയ്യും. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് IDക്ക്. അതുപോലെ തന്നെ കോഡിങ്ങിന് ഒന്നുകൂടി യൂസ്ഫുൾ ആകുന്ന SDK കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടതുണ്ട്. സോ ആ വീഡിയോ ആണ്. ഇപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലോട്ട് കിടക്കാം. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലിനക്സ് ആണ്. നിങ്ങളുടെ OS ഏതും ആയിക്കോട്ടെ, വിൻഡോസോ അതുപോലെ തന്നെ മാക്കോ വാട്ടെവർ എന്തായിക്കോട്ടെ, ഞാൻ യൂസ് ചെയ്യുന്ന ലിനക്സ് ആണ്. ലിനക്സിനകത്ത് കാണിച്ചു തരും. അതുപോലെ തന്നെ വിൻഡോസിലും മാക്കിലൊക്കെ എങ്ങനെ ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി കാണിച്ചു തരും. നമ്മൾ യൂസ് ചെയ്യുന്ന ID എന്ന് പറഞ്ഞാൽ എക്ലിപ്സ് ആണ്. സോ അതുപോലെ തന്നെ സിഞ്ച എന്ന് പറഞ്ഞൊരു IDയും കൂടി ഉണ്ട്. എക്ലിപ്സ് വേണ്ടാത്തവർക്ക് ആ സിഞ്ച എന്ന് പറഞ്ഞ IDയും യൂസ് ചെയ്യാം. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് സിഞ്ച എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, എക്ലിപ്സ്, സിഞ്ച ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. സോ എന്തായാലും സമയം കളഞ്ഞില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ JDK ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടതുണ്ട്, അഥവാ ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടതുണ്ട്. ലിനക്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോമിനകത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് JDK ഇൻസ്റ്റാളേഷൻ ഉബുണ്ടുന്നോ അങ്ങനെ എന്തായാലും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ആ സമയത്ത് ഇവിടെ ഒരു ഇത് വരും. ഈ കമാൻഡ് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. ശേഷം ടെർമിനലിനകത്ത് വരിക, ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുത്താൽ മതി. ആ സമയത്ത് ഇൻസ്റ്റാൾ ആയിക്കോളും. ജസ്റ്റ് പാസ്വേഡ് സമയത്ത് ചോദിക്കും, പാസ്വേഡ് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ സ്പേസ് ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും ചോദിക്കും. ആ സമയത്തൊക്കെ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ജാവ -- വേർഷൻ എന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് കാണിക്കും. സമയത്ത് സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ID യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ ആദ്യം ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നത് എക്ലിപ്സ് ആണ്. സോ എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം എക്ലിപ്സ് C++ ഡൗൺലോഡ് ലിനക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ലിനക്സ് എന്ന് എടുക്കുക. സോ എക്ലിപ്സിൻ്റെ തന്നെ വെബ്സൈറ്റ് വരും. ആ സമയത്ത് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ദിസ് റിലീസ് വാസ് പബ്ലിഷ്ഡ് ഓൺ സോ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്നത് ഹിയർ കൊടുക്കാം.
ആ സമയത്ത് ജസ്റ്റ് താഴത്തോട്ട് വരുമ്പോൾ എക്ലിപ്സ് IDE ഫോർ C++ ഡെവലപ്പേഴ്സ് എന്ന് കാണിക്കും. ഇവിടെ നമ്മൾ ലിനക്സ് ആണ്. ആ സമയത്ത് എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫയലിനകത്ത് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്ലിപ്സ് CPP എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പേ ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നു. ജസ്റ്റ് വരും, ഒരു സിപ്പ് ഫയലായിട്ട് വരും. ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെസ്ക്ടോപ്പിനകത്തോ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സ്ട്രാക്റ്റ് ആവും. അതിനുശേഷം ആ ഫയലിലോട്ട് പോവാം. എക്ലിപ്സ് CPP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫയലിനകത്ത് പോയി കഴിഞ്ഞാൽ എക്ലിപ്സിൻ്റെ ഫയൽ എക്സ്ട്രാക്ട് ചെയ്തോടെ എവിടെയാണോ അവിടെ ഓപ്പൺ ചെയ്യുക. എക്ലിപ്സിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ എക്ലിപ്സ് എന്ന് പറഞ്ഞിട്ട് വരും. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ പാത്ത് ചോദിക്കും. നിങ്ങളുടെ ഏതെങ്കിലും പ്രൊജക്റ്റ് പാത്ത് വർക്ക് സ്പേസ് എന്ത് ചെയ്യാം, കൊടുക്കുക. അതിനുശേഷം ഒന്ന് ലോഞ്ച് ചെയ്യാം. കുറച്ച് ടൈം എടുക്കുകയുള്ളൂ. ഓക്കെ, നെറ്റ് സ്പീഡ് ഇൻ്റർനെറ്റ് വേണം കേട്ടോ. ഇൻ്റർനെറ്റ് സ്പീഡിനനുസരിച്ച് ഇരിക്കും. സോ ഈ സമയത്തൊരു വെൽക്കം സ്ക്രീൻ വരുന്നതാണ്. ഓക്കെ, വെൽക്കം സ്ക്രീൻ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. സോ വെൽക്കം സ്ക്രീൻ വരാണ്. ആ വെൽക്കം സ്ക്രീൻ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഫയൽ എടുക്കുക. ഇവിടെ ന്യൂ എന്നുണ്ടാവും. ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ C++ പ്രൊജക്റ്റ് എന്ന് കാണാൻ വേണ്ടി കഴിയും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ C മാനേജ്ഡ് ബിൽഡ് എന്ന് കാണാൻ വേണ്ടി കഴിയും. സോ നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ഒരു പ്രൊജക്റ്റ് നെയിം കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ആണല്ലോ, ജസ്റ്റ് ഒന്ന് സാമ്പിൾ എന്ന് പ്രൊജക്റ്റ് നെയിം കൊടുക്കുകയാണ്. ശേഷം ഹലോ വേൾഡ് empty പ്രൊജക്റ്റ് വേണ്ട, ഹലോ വേൾഡ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. കാരണം ഇതിൽ ഓൾറെഡി നമ്മളുടെ സംഭവം വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാം കോഡും കാര്യങ്ങളും ഇൻബിൽട്ട് ആയിട്ട് വരും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. സോ അതെല്ലാം ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലിനക്സ് GCC അവിടെയും ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ജസ്റ്റ് ഫിനിഷ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ വരുന്നതാണ്. ഈ സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, വർക്കിംഗ് ആണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പ്രൊജക്റ്റിനകത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബിൽഡ് ഓള് എന്ന് കൊടുക്കുക. ഓക്കെ, ബിൽഡ് 0 റെസ്റ്റ് 0 വാങ്സ് കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് എന്നുണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോക്കൽ C++ ആപ്ലിക്കേഷൻ എന്ന് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ ഹലോ വേൾഡ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആണ്. സോ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഉടൻ തന്നെ എന്ത് ചെയ്യുക, സിസ്റ്റം എടുക്കുക, JDK ഇൻസ്റ്റാൾ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ആ കമാൻഡ് അടിച്ച് JDK ഇൻസ്റ്റാളേഷൻ ചെയ്യാം. ശേഷം എക്ലിപ്സ് IDE ഇൻസ്റ്റാളേഷൻ ചെയ്യുക. ഇനി നിങ്ങൾ വിൻഡോസോ മാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. JDK ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ JDK ഇൻസ്റ്റാൾ വിൻഡോസ് 10 64 ബിറ്റ്. ഇപ്പോൾ നിങ്ങളുടെ ബിറ്റ് എത്രയാണ് അറിയാലോ. മൈ കമ്പ്യൂട്ടർ എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന കാര്യങ്ങളുണ്ടാവും. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കി ഏതാ ബിറ്റ്. ആ സമയത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ JDK ഇൻസ്റ്റാൾ വിൻഡോസ് 10 64 ബിറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒറാക്കിളിൻ്റെ ഒരു വെബ്സൈറ്റ് വരും ഫസ്റ്റ് തന്നെ. സോ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാവ SC ഡെവലപ്മെൻറ്റ് കിറ്റ് എന്ന് കാണാൻ വേണ്ടി കഴിയും. സമയത്ത് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ X64 ഇൻസ്റ്റാളർ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ വേണ്ടി മതി. അതുപോലെ തന്നെ മാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. മാക്കിൻ്റെ എന്ത് ചെയ്യുക, DMG ഫയൽ എന്ത് ചെയ്യുക യൂസ് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എക്ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ
എക്ലിപ്സിൻ്റെ സൈറ്റിൽ വരിക. എക്ലിപ്സ് C++ ഇൻസ്റ്റാളേഷൻ കൊടുത്തിട്ട് എക്ലിപ്സിൻ്റെ സൈറ്റിൽ വരും. സോ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവും എക്ലിപ്സ് ID ഫോർ C++ ഡെവലപ്പേഴ്സ് എന്നുണ്ടാവും. ഇവിടെ വിൻഡോസ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക് ആണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെ തന്നെ വിൻഡോസിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ MinGW ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. സോ അതിന് വേണ്ടിയിട്ട് MinGW കമ്പൈലർ ഫോർ വിൻഡോസ് 64-bit എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ വരും sourceforge.net എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഡൗൺലോഡ് എന്നുണ്ടാവും, ഇവിടെ ക്ലിക്ക് ചെയ്യരുത്, ഇതെല്ലാം ഡൗൺലോഡിങ് ഉണ്ട്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ അല്ല, ഇവിടെ ഫയൽസ് എന്നുണ്ടാവും. ഈ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യരുത്, ഫയൽസ് എന്ന് പറയാം. ഫയൽസിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ MinGW ഓൺലൈൻ ഇൻസ്റ്റാളർ എന്നുണ്ടാവും. ആ സമയത്ത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. സോ ഇതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ചില വിൻഡോസുകളിൽ എന്തായില്ല, ചിലപ്പോൾ ഡൗൺലോഡ് ആവണമെന്നില്ല. എന്ത് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻറ്റിവൈറസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് അൺഇൻസ്റ്റാൾ ചെയ്യുകയോ ഡിസേബിൾ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക. സോ മാക്സിമം എന്ത് ചെയ്യുക, ലിനക്സിലോട്ടൊന്ന് ജമ്പ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഒരു നല്ലൊരു ഡെവലപ്പറൊക്കെ ആയി വരുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ സ്റ്റാർട്ടിങ് സ്ഥിതിയിൽ തന്നെ എന്ത് ചെയ്യുക, ലിനക്സിലോട്ടൊന്ന് ജമ്പ് ചെയ്യുക. കാരണം ഡെവലപ്പേഴ്സിനൊക്കെ ഒന്നും കൂടി ബെറ്ററായിട്ട് തോന്നുന്നത് ലിനക്സ് ആയിരിക്കും. ഈ ആൻറ്റിവൈറസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ വിൻഡോസിനെക്കാട്ടി ഒന്നും കൂടി സ്പീഡായിരിക്കും, സ്മൂത്ത് ആയിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. സോ ഇതിലോട്ട് എന്ത് ചെയ്യുക, മാക്സിമം ലിനക്സിലോട്ട് ജമ്പ് ചെയ്യുക. സോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ പോവുക. പാത്തൊന്നും ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. ഈ സമയത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആർക്കിടെക്ചർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ജസ്റ്റ് 64-bit ആണെന്നുണ്ടെങ്കിൽ 8x86 അതുപോലെ എന്ന് കൊടുക്കുക. ഇനി 32-bit ആണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ എന്നുണ്ടെങ്കിൽ i686 എന്നുള്ളത് കൊടുക്കുക. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യുക. പാത്തൊന്നും ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. അതിനുശേഷം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത പാത്ത് എന്ത് ചെയ്യണം, അതിൻ്റെ എൻവയോൺമെൻറ്റിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ അതും കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിനകത്ത് തന്നെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, എക്ലിപ്സും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുന്ന സിക്ക് വേണ്ടി ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിനകത്ത്. സോ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് ചോദിച്ചാൽ മതി. സോ മാക്കിൽ ഇതുപോലെ തന്നെയാണ്. JDK സൈറ്റിൽ പോവുക, ഒറാക്കിളിൻ്റെ സൈറ്റിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് JDK ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ എക്ലിപ്സിനകത്ത് പോയിട്ട് എക്ലിപ്സിൻ്റെ സൈറ്റിൽ പോയിട്ട് C++ൻ്റെ മാക്കിൻ്റെ വേർഷന് ഡൗൺലോഡ് ചെയ്യാം. സോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, ജസ്റ്റ് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ലിനക്സും പ്രൊജക്റ്റ് നെയിമും കൊടുക്കുക. ഇനി മാക്കിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ Xcode ഒരു ഇനി മാക്കിനകത്ത് എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ ഒരു Xcode എന്ന് പറയുന്നൊരു ടൂളുണ്ട്. സോ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനുശേഷം കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ മതി. ഇത്രയും കാര്യങ്ങളുള്ളൂ. സോ ഇനി എക്ലിപ്സ് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സിൻജ എന്ന് പറഞ്ഞിട്ടൊരു ID ഉണ്ട്. അതിന് ഇക്കാര്യത്തിലുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ആ ID ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിളിനകത്തൊന്ന് സെർച്ച് ചെയ്യുക, സിൻജ ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് വരുന്നതാണ്. സോ സിൻജ എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ട് zinja.sourceforge.net എന്ന് പറയുന്നൊരു ലിങ്ക് വരും. സോ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നതായിരിക്കും. സോ ഇവിടെ ഉണ്ടോ, ലിനക്സിനകത്താണെങ്കിൽ ഇവിടെ 32-bit ആണ്, 64-bit ആണെങ്കിൽ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ജസ്റ്റ് 13 MB ഉള്ളൂ. അതുപോലെ തന്നെ വിൻഡോസിലാണെങ്കിൽ exe ഫയലുണ്ട്, മാക്കിനകത്തൊക്കെ ഉണ്ട്. സോ അത് ജസ്റ്റ് ഡൗൺലോഡ് ആക്കിയാൽ മതി. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ജിൻജയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം എന്ത് ചെയ്താൽ മതി, ഡൗൺലോഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്താൽ മതി. ഇതും ഒരു ഇതായിട്ടായിരിക്കും വരുന്നുണ്ടാവുക, മിക്കവാറും ഒരു സിപ്പ് ഫയലായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ സിപ്പ് ഫയലായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ
എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ എക്ലിപ്സ് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നതാണ് സിൻ ചാനലിൻ്റെത്. സോ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്തോട് ചോദിക്കും ഡെസ്ക്ടോപ്പിൽ ഐക്കൺ ആഡ് ചെയ്യണമെന്ന് ചിലപ്പോൾ ചോദിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്രിയേറ്റ് സിമ്പിൾ പ്രോഗ്രാം എന്ന് കൊടുത്തിട്ട് നമ്മളിവിടെ സി ആണ് ചെയ്യുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനകത്തൊന്ന് കൊടുക്കുക, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. സോ ഇങ്ങനെയൊക്കെ വരും. സോ നമ്മൾ എക്ലിപ്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരുപാട് കോഡ് കണ്ടിട്ടുണ്ടാകും. ഇവിടെയും ഒരുപാട് കോഡ് കാണുന്നുണ്ട്. ഇതൊന്നും ആലോചിച്ച് വരികയാണ്. ഇതുവരെ സി മുമ്പ് പഠിച്ചവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാം ലാംഗ്വേജ് ജസ്റ്റ് ഒന്ന് നോക്കിയവർക്ക് മാത്രമേ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്കൊന്നും മനസ്സിലാവില്ല. അതിനെക്കുറിച്ച് വരികേണ്ട, കുറേ ആലോചിച്ച് ഇതെന്താണ് സംഭവം എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട. നമ്മൾ മുന്നോട്ടുള്ള ഓരോ പാട്ടുകളും ഓരോ വീഡിയോകളും ഇതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് വളരെ ഈസി ആയിട്ട് സിമ്പിളാവുന്ന, ഒരു തുടക്കക്കാരന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. സോ ഇത് വർക്കിംഗ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അതിനുവേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊന്ന് ഒഴിവാക്കുക. അതിനുശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പ്രിൻ്റ് എഫ് കൊടുത്ത ശേഷം ഒന്നും കൂടി എക്ലിപ്സ് ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇതിനെക്കാട്ടിലും ഒന്നും കൂടി എന്ത് ചെയ്യും, സ്പീഡായിട്ട് സംഭവം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഹലോ എന്ന് കൊടുത്തു നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ റണ്ണിങ് ബട്ടൺ ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ എന്ന് വന്നില്ല, വന്നു. സോ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. സോ നിർബന്ധമായിട്ടും ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇൻസ്റ്റാളേഷൻ പ്രൊസീഡ് ചെയ്യുക. കാരണം ഇൻസ്റ്റാൾ ചെയ്ത ഓരോ കാര്യങ്ങളും എന്താണെന്ന് വ്യക്തമായിട്ട് ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോഡിങ് പഠിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിരിക്കേണ്ട പല കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യും, റിപ്ലൈ തരുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കോഡിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ ഫാമിലിയിലെ ഫ്രണ്ട്സിലെ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. സോ നമുക്ക് അടുത്ത ട്യൂട്ടോറിയലുമായിട്ട് കാണാം. താങ്ക് യു.